നമസ്കാരം. വ്യാജ തട്ടിക്കൊണ്ടുപോകൽ കഥ മെനഞ്ഞ യുവതിയുടെ തന്ത്രം പോലീസ് പൊളിച്ചു. പിതാവിൽ നിന്ന് 30 ലക്ഷം രൂപ തട്ടാൻ ശ്രമിച്ച യുവതിയാണ് രാജസ്ഥാൻ പോലീസിന്റെ പിടിയിലായത്. 21-കാരിയായ മകളെ ചിലർ തട്ടിക്കൊണ്ടുപോയെന്നും മോചനത്തിനായി 30 ലക്ഷം രൂപ ഇവർ ആവശ്യപ്പെട്ടെന്നും കാണിച്ച് യുവതിയുടെ പിതാവ് നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത്. പിതാവിന് യുവതിയെ കെട്ടിയിട്ട നിലയിൽ ചിത്രം ലഭിച്ചിരുന്നു. മോചനദ്രവ്യവും ആവശ്യപ്പെട്ടതോടെയാണ് പോലീസിൽ പരാതി നൽകിയത്. രാജസ്ഥാനിലെ കോട്ടയിലുള്ള കോച്ചിംഗ് സെന്ററിൽ പഠിക്കുന്ന മകളുടെ കൈയും കാലും കെട്ടിയ നിലയിലുള്ള ചിത്രങ്ങൾ ലഭിച്ചെന്നാണ് പിതാവ് പരാതിയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ പ്രാഥമിക അന്വേഷണത്തിൽ തട്ടിക്കൊണ്ടുപോകൽ വ്യാജമാണെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഇതുവരെ ലഭിച്ച വിവരങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ സംഭവം ആസൂത്രിതമാണെന്നാണ് വ്യക്തമായിരിക്കുന്നതെന്ന് കോട്ട പോലീസ് സൂപ്രണ്ട് അമൃത ദുഹാൻ പറഞ്ഞു. മാർച്ച് 18-ന് പെൺകുട്ടിയുടെ പിതാവ് നൽകിയ പരാതിയെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ചിരുന്നു. മാതാപിതാക്കൾ താമസിക്കുന്ന പ്രദേശത്തു നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള ഇൻഡോറിൽ 2 സുഹൃത്തുക്കൾക്കുമൊപ്പമാണ് യുവതി താമസിച്ചിരുന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. സുഹൃത്തുക്കളിൽ ഒരാളെ അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി. തനിക്ക് ഇന്ത്യയിൽ പഠിക്കാൻ താല്പര്യമില്ലെന്നും ഒപ്പമുള്ള മറ്റൊരു സുഹൃത്തുമായി വിദേശത്തേക്ക് പോകണമെന്നും പെൺകുട്ടി പറഞ്ഞിരുന്നതായി സുഹൃത്ത് വെളിപ്പെടുത്തി. അതിനായി പണം ആവശ്യമാണെന്ന് അവൾ തന്നോട് പറഞ്ഞിരുന്നതായും സുഹൃത്ത് പോലീസിനെ അറിയിച്ചു. മധ്യപ്രദേശ് സ്വദേശിയായ യുവതിയെ ഇവരുടെ അമ്മ ഓഗസ്റ്റ് 5-നാണ് കോട്ടയിലെ കോച്ചിംഗ് സെന്ററിൽ ചേർത്തത്. ഓഗസ്റ്റ് 3 വരെ പെൺകുട്ടി ഇവിടെ തുടർന്നെങ്കിലും പിന്നീട് ഇൻഡോറിലേക്ക് പോയി. കഴിഞ്ഞ 7 മാസമായി കോട്ടയിലോ നഗരത്തിലുള്ള കോച്ചിംഗ് സെന്ററുകളിലോ ഹോസ്റ്റലുകളിലോ പെൺകുട്ടി ഉണ്ടായിരുന്നില്ല. താൻ സ്ഥാപനത്തിൽ പഠിക്കുകയാണെന്ന് വിശ്വസിപ്പിക്കാനായി പരീക്ഷകളിലെ പ്രകടനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പെൺകുട്ടി മറ്റൊരു മൊബൈൽ നമ്പറിൽ നിന്ന് രക്ഷിതാക്കൾക്ക് അയച്ചിരുന്നു. ഒരു പടി കൂടി കടന്നാണ് ഇപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന്റെ സഹായത്തോടെ വ്യാജ തട്ടിക്കൊണ്ടുപോകൽ പദ്ധതി യുവതി ആവിഷ്കരിച്ചത്. ഇൻഡോറിലെ ഫ്ളാറ്റിൽ വെച്ച് കൈകാലുകൾ കെട്ടിയിട്ട് വ്യാജ ചിത്രങ്ങളെടുത്ത് പിതാവിന് അയച്ചു കൊടുക്കുകയായിരുന്നുവെന്നും പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കി. ഉടൻ വീട്ടിലേക്ക് മടങ്ങാനും സഹായത്തിനായി അടുത്തുള്ള പോലീസ് സ്റ്റേഷനെ സമീപിക്കാനും പെൺകുട്ടിയോട് അഭ്യർത്ഥിക്കുന്നതായി ദുഹാൻ പറഞ്ഞു.